ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് കാണിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്ഥലത്താണ് കേട്ടോ. കുറേ ഇവിടുത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറേ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഇന്ന് എന്തായാലും കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല, സ്വത്തുട്ടിയും ധ്യാനൂട്ടനും ഉണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ നല്ല കളിയാണ്. ഇപ്പോൾ വീട് പണിയുടെ ലാസ്റ്റ് വീഡിയോ എടുത്തത് ബെൽറ്റ് വാർപ്പിന് വേണ്ടിയിട്ട് ഇഷ്ടിക കെട്ടിയിട്ട് വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ ലാസ്റ്റ് എടുത്തത്. അപ്പോൾ അതുവരെയാണ് ഞങ്ങൾ വീടിൻ്റെ വീഡിയോ ലാസ്റ്റ് ഇട്ടത്. അപ്പോഴാണ് അപ്പോൾ ഇഷ്ടി കെട്ടിക്കിട്ട് ഇപ്പോൾ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യാം. അന്നേരത്തെ വീഡിയോസ് കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അന്ന് പൊന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ ബെൽറ്റ് വാർപ്പിന്? ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. തലേദിവസം വരെ വന്നിട്ടുണ്ടായിരുന്നു, അന്ന് വന്നില്ല. അന്ന് പിന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, പിന്നെ നമ്മുടെ ആവശ്യമില്ല. അന്ന് അച്ഛനും കണ്ണേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അത് കഴിയണ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ണേട്ടൻ വന്ന സമയത്ത് കണ്ണേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ ഇടാം. ബെൽറ്റ് പണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം വെള്ളം നനയ്ക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ദിവസം നനച്ചു. വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നനക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ വാരിയ ഉള്ളിലിട്ടിട്ട് പണി തുടങ്ങിയിട്ടില്ല. അച്ഛൻ വെട്ടി കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള പണി ഇത്ര ക്ഷീണിച്ചിട്ടോ ലോകം വീർത്തിരിക്കാന്. കൈക്കോട്ടെടുത്തില്ല അമ്മ എന്താ കൊണ്ടുവന്ന് പറഞ്ഞേ? അച്ഛനാ അച്ഛക്കറിയോ കൈക്കോട്ട്? അച്ഛന്താ ചെയ്യണേ? അച്ഛന്ന് പറഞ്ഞില്ലേ എന്താ എന്താ പണികള് എന്താക്കുമ്പോ ചിക്കന് ബീഫ് കഴിക്കാന്ന്. അച്ഛൻ വേണ്ട, എടുക്കും എടുക്കും.
അമ്മ സംസാരിക്കില്ല അച്ഛൻ പണി ചെയ്തിട്ട് വീഡിയോ എടുക്കണേ. കാണുന്നുണ്ടാവും. ഇവിടെ നമ്മൾ JCB കൊണ്ട് തറക്കി ചാലി കയറിയ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ണ് പകുതി ആയിട്ടുള്ളൂ കേട്ടോ, അതിലേക്ക് ആവശ്യമായ മണ്ണിൻ്റെ പകുതി ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഒരു 4-5 ലോഡും കൂടി നമ്മൾ അടിക്കേണ്ടി വരും, എന്നാലാണ് അത് ഫുള്ളാവുള്ളൂ. ഇതിങ്ങനെ കാണണം നോക്കണ്ട, അത് മണ്ണ് നമ്മൾ നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നനച്ച് നമ്മൾ ഫില്ലാക്കുമ്പോൾ അത് പകുതിയാവും കേട്ടോ, അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇനി ഒരു 5-6 ലോഡും കൂടി വേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഒരു 5 ലോഡ് എന്തായാലും വേണ്ടി വരും നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന മണ്ണൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇഷ്ടിക കെട്ടി കഴിഞ്ഞിട്ട് അല്ലേ, നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ മണ്ണിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെയൊക്കെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വേറെ ഒന്നുമല്ല പരിപാടി. ഇപ്പോൾ ഇവർക്ക് കളിക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ, ധ്യാനത്തിനൊക്കെ വന്ന് ഓടി കളിക്കാൻ നല്ല സൗകര്യമായി സ്വത്തൊട്ടിക്കൊക്കെ. അപ്പോൾ ഇതാ അവർ കളിക്കുന്നുണ്ട് അവിടെ. ബെൽറ്റ് വാർപ്പിന് ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, 6-7 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളും കുറച്ചൊക്കെ സഹായിച്ചു. പിന്നെ അവർ ഉച്ചയാകുമ്പോഴേക്കും കഴിഞ്ഞു, 12:30 ആകുമ്പോഴേക്കും ഫുള്ള് കഴിഞ്ഞു. ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, 7 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മുന്നേ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നില്ല, ഇവിടെ ഇഷ്ടിക മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നാൽ ഇരിക്കാൻ പറ്റും. ഇവിടെ കുറെ നേരം ഇരിക്കും, ഞങ്ങള് കുറെ നേരം ഇരുന്ന് സംസാരിക്കും. തണൽ വൈകുന്നേരം നല്ല രസമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ. ധ്യാനത്തിന് ഞങ്ങൾ 3 പേരും എല്ലാ വൈകുന്നേരങ്ങളിലും വരാറുണ്ട്. പിന്നെ ഇന്ന് സ്വത്തൂട്ടി ഒപ്പം കൂടിയിട്ടുണ്ട്. കിട്ടപ്പന്നെ ഉള്ളിൽ പുറത്തേക്ക് പോകണ്ട, കമ്പി ഉണ്ട്, പുറത്തേക്ക് പോകണ്ടാ കമ്പി. വീടുമനയുടെ ഒരു എന്താ പറയുക 100%-ത്തിലൊരു 15% കഴിഞ്ഞു എന്ന് പറയാം. അത്ര ആയിട്ടുള്ളൂ കേട്ടോ, ഒരു 15% നമുക്ക് തീർന്നു എന്ന് പറയാം. അത്രയും സമാധാനമായിട്ടുണ്ട് നമുക്ക് ഇത്രേ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമൊക്കെ ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഓരോ ഘട്ടം കഴിയുമ്പോഴും നമുക്കൊരു സന്തോഷമല്ലേ. ഇപ്പോൾ തറപ്പണിയുടെ ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം. തറപ്പണിന്നല്ല എനിക്ക് ഓരോ പണികളും ഒരു 100% എടുത്താൽ ഒരു 15% കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം നമ്മുടെ പണി എത്തിയിട്ടുണ്ട്. ഇനി ഇതുവരെയുള്ളതിനേക്കാളും കൂടുതലാണ് ഇനി ഇവിടുന്ന് കേട്ടത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ തറപ്പണി ഫുള്ളും കഴിഞ്ഞത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തറപ്പണി ഫുള്ളും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഇനി മണ്ണിടാൻ അല്ല, തറപ്പണി ബെൽറ്റിന്റെ പണി ഫുള്ളും കഴിഞ്ഞത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.